നമുക്ക് VS അനുരാഗ് കൂടി ചേരുന്നുണ്ട്. അനുരാഗ് തമ്പാനൂരിൽ നിന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അനുരാഗ്, ഈ തമ്പാനൂരിൽ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്തുകാരേക്കാൾ കൂടുതൽ മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്നവരെയൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതലും തമ്പാനൂരിൽ സാധാരണ കാണാൻ കഴിയുക. കാരണം ട്രെയിനിലൊക്കെ വന്നിറങ്ങി, ബസ്സിലൊക്കെ വന്നിറങ്ങിയിട്ട് ആ ഭാഗത്തേക്ക് തന്നെ ഒരു സേഫായിട്ടൊരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് അവർ തലേ ദിവസമേ അവിടെ സെറ്റായിട്ടിരിക്കുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് തമ്പാനൂരിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഇത്തവണ പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുപാട് ഭക്തരെത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തമ്പാനൂരിലെ നിലവിലെ കാഴ്ചകൾ എങ്ങനെയാണ്? കാരണം ഇനി അധികം സമയമില്ല. സേതു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തമ്പാനൂരിലെ കാഴ്ച തിരുവനന്തപുരത്തുകാരല്ല പ്രധാനമായും ഇപ്പോഴും ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അതുപോലെ ബസ്സുകളിൽ നിന്നുമൊക്കെ ഇറങ്ങി വരുന്നത് പല ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ്. അവർ പലരും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നവരെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇവിടെ വന്ന് ഇരിപ്പിടം ഉറപ്പിച്ചവരാണ്. കാരണം ഇത് കഴിഞ്ഞ ഉടൻ തന്നെ സമയത്തിന് ട്രെയിനിൽ കയറി അവരുടെ നാടുകളിലേക്ക് തിരിച്ചു പോകാൻ ഇവിടെ ഇരിപ്പിടം ഉറപ്പിച്ചവർ തന്നെയാണ് എന്നുള്ളതാണ്. എന്തായാലും മണിക്കൂറുകളുടെ കാത്തിരിപ്പാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കഠിനമായ വെയിൽ തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും അവർ അവിടെ തന്നെ ഇരിക്കുന്ന ആ കാഴ്ച തന്നെയാണ് കാണുന്നത്. എന്തായാലും അമ്മ എവിടെ നിന്നാണ്? ഞാൻ തെങ്കാശിയാ മോനെ, തമിഴ്നാട് തെങ്കാശി. എന്നാ വന്നേ? ഞാൻ ഇന്നലെ വന്നു. ആരൊക്കെ കഴിച്ചു. നല്ല സൂപ്പർ. ഒരു 12 വർഷം കൊണ്ട് വരുന്നുണ്ട്. എൻ്റെ സ്ഥലം കൊല്ലം. ഞാൻ ജനിച്ചത് കൊല്ലം, എന്നെ കല്യാണമായി പോയത് തെങ്കാശി. 9ാം ക്ലാസ് പഠിക്കുമ്പോഴേ ഇവിടെ വരുന്നുണ്ട്. ഇപ്പം കണ്ടിന്യൂ വരുന്നത് 12 വർഷം വരുന്നു. ഒറ്റയ്ക്കാണോ വന്നേ? എൻ്റെ ഭർത്താവുണ്ട്, റൂമിലുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ട അമ്മ തെങ്കാശിയിൽ നിന്നാണ്, കൊല്ലംകാരിയാണ്. ഇന്നലെ തന്നെ വന്നവരാണ്. അങ്ങനെയാണ്. എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ കല്ലമ്പലം. എല്ലാ വർഷവും ഇത് 8ാമത്തെ പൊങ്കാല. അമ്മ എന്തൊക്കെയാ? പായസം വെക്കും. അതെ, പായസം കൊണ്ടുവന്നു. ഞാൻ കാസർഗോഡ് നിന്ന് വന്നേ. എന്നാ വന്നേ? ഞാൻ ഇന്നലെ വന്നേ. അങ്ങനെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് സേതു. പല ജില്ലകളിൽ നിന്ന്, ഇപ്പോൾ കാസർഗോഡിൽ നിന്നുള്ള അമ്മയാണ് കണ്ടത്. പലരും പല കാര്യങ്ങളിലായി ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ട്. അമ്മ എവിടെ നിന്നാണ് വരുന്നത്? കായംകുളം നൂറിനാട്. എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? മണ്ടപ്പുറ്റ്, പിന്നെ പൊങ്കാല എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. എത്ര വർഷമായിരുന്നു ഉണ്ടാക്കുന്നു? ഇപ്പോൾ 50 വർഷം കൊണ്ട് വരുന്നുണ്ട്. എല്ലാ പ്രാവശ്യം ഇവിടെ തന്നെയാണ്? അല്ല, മാറി മാറി സ്ഥലങ്ങളിൽ. ഇവിടെ തന്നെ. ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ടാണോ ഇവിടെ? അതുകൊണ്ടാണ് വരുന്നത്. കഴിഞ്ഞ ഉടനെ പോകാൻ റെഡി ആയിരിക്കുകയാണല്ലേ? റെഡി ആയിരിക്കുക. എന്തായാലും അവരുടെ ആ സന്തോഷം തന്നെയാണ് സേതു നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. തലസ്ഥാനത്ത് വരുമ്പോൾ അവരുടെ ആ സന്തോഷം, അവർക്കെല്ലാം നിറഞ്ഞ ആ ഒരു മനസ്സ് തന്നെയാണ്. രാവിലെ തന്നെ പലരും ഇവിടെ നിന്ന് കിലോമീറ്ററുകളാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക്. പക്ഷേ രാവിലെ പുലർച്ചെ തന്നെ അവർ ആറ്റുകാലിലേക്ക് പോയി ദർശനം നടത്തി വീണ്ടും ഇവിടെ വന്ന് ഈ പൊങ്കാലയ്ക്കായി കാത്തിരിക്കുകയാണ്. അടുപ്പുവെട്ട് 10:15 ആ സമയത്തിനായി കാത്തിരിക്കുന്ന കാഴ്ച തന്നെയാണ് ഉള്ളത്. എന്തായാലും ഇവർക്കുള്ള ഭക്ഷണങ്ങളെല്ലാം പല സംഘടനകളും ഒരുക്കിയിട്ടുണ്ട്. ലഘുഭക്ഷണങ്ങളും പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും എല്ലാം പല സംഘടനകളായി ഒരുക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങളും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന കാഴ്ച തന്നെയാണ്. നമുക്ക് ഇപ്പോൾ കാണുന്ന പ്രദേശത്തൊക്കെ കഴിഞ്ഞ വർഷം ഒരു വരി മാത്രമാണ് ഈ പൊങ്കാല കലങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ അടുപ്പ് ഇത്തവണ 2 വരിയാകുന്ന കാഴ്ച. അത് തന്നെയാണ് സേതു നേരത്തെ സൂചിപ്പിച്ചത്. ഇത്തവണ തിരക്ക് വർദ്ധിക്കുന്നു എന്നുള്ളതിന് തെളിവ് തന്നെയാണ് അത്. കഴിഞ്ഞ വർഷമെല്ലാം 1 വരി മാത്രമായിരുന്നു ഇടത്ത് നിന്ന് ഇപ്രാവശ്യം 2 വരി ആയിരിക്കുന്നു. പലയിടങ്ങളിലും അത് തന്നെയാണ്. തമ്പാനൂരിൽ കഴിഞ്ഞ വർഷം ഇത്രത്തോളം തിരക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള കാര്യങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. 300ഓളം അധിക KSRTC സർവീസുകൾ ഇത്തവണ പല ജില്ലകളിലേക്ക് ഒരുക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ തീവണ്ടി സർവീസുകളും ഉണ്ട്. പല സ്റ്റോപ്പുകൾ അധികമായി ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ എത്തുന്നത് മുതൽ അവർക്ക് തിരിച്ചു പോകുന്നത് വരെയുള്ള എല്ലാ സൗകര്യങ്ങളും സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അമ്മ എവിടെ നിന്നാണ് വരുന്നത്? കാസർഗോഡ്. എന്നാ വന്നേ? മിനിഞ്ഞാന്ന്. എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? പൊങ്കാല, പായസം മാത്രമേ ഉള്ളൂ. പായസം മാത്രം. കാസർഗോഡ് തന്നെ. 11-ന് വന്നു. എവിടെ തങ്ങി? എന്നിട്ട് ഇവിടെ തന്നെ, ഈ റോഡ് സൈഡിൽ തന്നെ കിടന്നു? ഇവിടെ തന്നെ. രാവിലെ ദർശനം നടത്തിയായിരുന്നു? ദർശനം നടത്തി. അവിടെ പോയി ഗണപതി അമ്പലത്തിൽ പോയി. പഴവങ്ങാടിയൊക്കെ പോയല്ലേ? പഴവങ്ങാടി പോയില്ല, ഇവിടെ ഒരു അമ്പലമുണ്ട് ഗണപതിയുടെ. ചേതു 11-ാം തീയതി വന്ന് ഈ റോഡ് സൈഡിൽ കിടന്ന് ഈ ഒരു ദിവസത്തിനായി കാത്തു കിടക്കുന്നവരൊക്കെ ഉണ്ട്. അത് തന്നെയാണ് ഇവരുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു തെളിവ്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇനി ആ അടുപ്പ് വെട്ട് സമയത്തിലേക്ക് കാത്തിരിക്കുന്ന കാഴ്ച തന്നെയാണ്. അതിനുശേഷം 1:15 നിവേദ്യം കഴിയുമ്പോൾ തന്നെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് കൂടിയാണ്. വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. സാധാരണ നമ്മൾ ഈ തമ്പാനൂർ ഭാഗമൊക്കെ നമുക്ക് ഈ ദിവസമല്ലാതെ ഇങ്ങനെ കാണാൻ കഴിയത്തേയില്ല.
തമ്പാനൂര് പറഞ്ഞതുപോലെ ഈ വലിയ സാധാരണ ഈ തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാം തമ്പാനൂർ നഗരത്തിൽ തമ്പാനൂർ നമ്മൾ ചെന്നാൽ ഒരു സ്ഥലം പോലും ഒരു വെയിലില്ലാണ്ട് കയറി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം പോലും ഇല്ല. അവിടെയാണ് ഈ ഇത്രയും തിരക്ക് കാണുന്നത്. കുറച്ചും കൂടി കഴിഞ്ഞാൽ മറ്റേ വെയിലും തീയും എല്ലാം കൂടെ വന്നിട്ട് വൻ സീനായി മാറും. പക്ഷേ എങ്കിലും എല്ലാവരും എല്ലാ വർഷവും വരും, അവിടെ തന്നെ പൊങ്കാല ഇടുകയും ഒക്കെ ചെയ്യും. അതാണ് ആ ഒരു ഭക്തി, അതാണ് ആ ഒരു കാത്തിരിപ്പ്, ആറ്റുകാൽ പൊങ്കാല. അതുകൊണ്ടാണ് ഇത്രയും ചരിത്ര പ്രസിദ്ധമായി ഇപ്പോഴും നിലനിൽക്കുന്നത്.